Question number 14. Yes, a satellite is launched into circular orbit of radius r around the Earth. A second satellite is launched into an orbit of radius 1.03 r. The time period of revolution of the second satellite is larger than the first one is approximately. So, percentage formula is കിടക്കുന്നത്. So, നമുക്ക് പറയാൻ വേണ്ടി പറ്റും the time period of revolution of the second satellite is larger than the first one is approximately. എത്രത്തോളമാണ് ചേഞ്ച് എന്നല്ലേ. സോ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് ചോദ്യം. അതുകൊണ്ട് തന്നെ ചാപ്റ്റർ വന്നിരിക്കുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. സാറ്റലൈറ്റിൻ്റെ ഏരിയ എന്നാണ് ചോദ്യം. ഇവിടെ നമുക്കറിയാം സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡും റേഡിയസും ടി സ്ക്വയർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്നുള്ള റിലേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആൻസർ ഡയറക്റ്റ് ഡാറ്റാസ് അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല അത് പെർസെൻറ്റേജ് ചേഞ്ചിലാണ് ആൻസർ കിടക്കുന്നത്. സോ ഇവിടെ നമുക്ക് ടി സ്ക്വയർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആർ ക്യൂബിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 into delta t by t is equal to 3 into delta r divided by r. So delta t divided by t ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. So 3 by 2 into delta r divided by r എന്ന് എഴുതി കൂടെ. So what is delta r here? Delta t divided by t into 100 ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. So 3 by 2 into what is delta r? 1.03 r ൽ നിന്ന് r കുറച്ചാൽ നമുക്ക് കിട്ടുക 0.03 ആയിരിക്കും. ഡിവൈഡ് ബൈ r ഇൻറ്റു 100 എന്ന് വരും. 0 r ക്യാൻസൽ ചെയ്യാം. 0.03 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 3 വരും. 3 ഇൻറ്റു 3 9 ഡിവൈഡ് ബൈ 2 ആൻസർ വിൽ ബി 4.5%. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. സോ എത്രത്തോളമാണ് റിലേറ്റീവ് പെർസെൻറ്റേജ് എറർ എന്നുള്ള അല്ലെങ്കിൽ പെർസെൻറ്റേജ് എറർ എന്നായി എത്രത്തോളമാണ് പെർസെൻറ്റേജ് ചേഞ്ച് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. സോ താങ്ക് യു ഓൾ ഓഫ് യു.